മാധർമ്മേ മധുകൈടഭഗ്നി महिषप्राणापहारोद्यमे हेलानिर्मितधूम्रलोचनवते हे चण्डमुण्डार्किनी निःशेषीकृतरक्तबीजदनुजे नित्ये निशुम्भावहे शुम्भध्वंसिनि संहराशुदुरितं दुर्गे നമസ്തേംബികേ. ഇനി ദേവിയുടെ സ്തുതി തുടരുകയാണ്. ദേവന്മാരെ കൂടി ദേവിയെ അംബികയെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ശുംഭനിശുംഭന്മാരെ വധിക്കാൻ വേണ്ടിയിട്ട് ദേവിയോട് പ്രാർത്ഥിക്കുകയാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ആദ്യം സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. യാ സാമ്പ്രതം ചോദ്ധത ദൈത്യതാപിതൈഃ അസ്മാഭിരീശാ ച സുരൈർനമസ്യതേ കരോതു സാ ന ശുഭഹേതുരീശ്വരീ ശുഭാനി ഭദ്രണ്യപികന്തു ചാപദ. യാ ആരാണോ, യാതൊരു ദേവിയാണോ, സാമ്പ്രതം ച ഉദ്ധത ദൈത്യ താപിതൈഃ അസ്മാഭിഃ, ഉദ്ധത ദൈത്യ താപിതൈഃ അസ്മാഭിഃ, ഉദ്ധതന്മാരായിട്ടുള്ള ദൈത്യന്മാരാൽ താപിതരായിട്ട് ക്ലേശിപ്പിക്കപ്പെട്ടതായിട്ടുള്ള ഞങ്ങളാൽ ഈ അസ്മാഭിഹി ഈശാച സുരൈഹി നമസ്യതേ, അങ്ങനെയുള്ളതായിട്ടുള്ള ഞങ്ങളാൽ ഈശയായിട്ടുള്ള ആ ദേവി, എല്ലാറ്റിനും ഈശ്വരയായിട്ടുള്ളതായിട്ടുള്ള ദേവി സുരൈഹി നമസ്യതേ, നമസ്കരിക്കപ്പെടുന്നു. ഞങ്ങള് ആ ദേവിയെ ഇപ്പോഴും നമസ്കരിക്കുന്നു. മുമ്പ് ഞങ്ങൾക്ക് ദൈത്യതാപിതന്മാരായിട്ടുള്ള ഞങ്ങളാൽ ദേവി ഇതാ നമസ്കരിക്കപ്പെടുന്നു. കരോതു സാ നഹ, ആ ദേവി കരോതു ഞങ്ങൾക്ക് ചെയ്യട്ടെ എന്നാണ്. എന്താണ് ചെയ്യേണ്ടത്? സാന ശുഭഹേതു ഈശ്വരി, ഞങ്ങൾക്ക് ശുഭമായിട്ടുള്ളത് നൽകട്ടെ എന്നാണ്. ആ ദേവി ഞങ്ങൾക്ക് ശുഭമായിട്ടുള്ള മംഗളത്തിന് കാരണമായിട്ടുള്ള എല്ലാം തന്നെ ചെയ്യട്ടെ. ദൈത്യന്മാരെ കൊന്നാലാണ് ഞങ്ങൾക്ക് മംഗളം ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ ആ ദൈത്യന്മാരെ വസിച്ച് ഞങ്ങൾക്ക് മംഗളമായിട്ടുള്ളത് ചെയ്യട്ടെ. സുരൈർ നമസ്യതേ കരോതു സാന ശുഭഹേതു ഈശ്വരി, ഈശ്വരിയായ ആ ദേവി ഞങ്ങൾക്ക് ശുഭമായിട്ടുള്ളതിന് കാരണങ്ങൾ ഉണ്ടാക്കട്ടെ. ഭദ്രാണി അഭിഹന്തു ച ആപദഃ, ആപദഃ ശുഭാനി ഭദ്രാണി നൽകട്ടെ എന്ന്. ശുഭങ്ങളും ഭദ്രങ്ങളുമായിട്ടുള്ള മംഗളകരങ്ങളുമായിട്ടുള്ളത് ഞങ്ങൾക്ക് നൽകട്ടെ. അഭിഹന്തു ച ആപദഃ, ആപത്തുകളെയെല്ലാം ഹനിക്കട്ടെ, ഇല്ലാതാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. യാ സംസ്മൃതാ തക്ഷണമേവ ഹന്തി സർവാപദോ ഭക്തിവിനമ്രമൂർത്തിഭിഃ കരോതു സാ ന ശുഭഹേതുരീശ്വരീ ശുഭാനി ഭദ്രണ്യഭിഹന്തു ചാപദഃ. യാതൊരു ദേവിയാണോ സംസ്മൃത, സ്മരിക്കപ്പെടുമ്പോൾ, തൽക്ഷണമേവ ആ ക്ഷണത്തിൽ തന്നെ, ഹന്തി സർവാപദഃ എല്ലാ ആപത്തുകളെയും ഇല്ലാതാക്കുന്ന, ഹന്തി നശിപ്പിക്കുന്നു, ഇല്ലാതാക്കുന്നു എന്നുള്ളത്. ഏത് ദേവിയാണോ സ്മരിക്കുമ്പോൾ തന്നെ സർവ ആപത്തുകളെയും ഇല്ലാതാക്കുന്നത്, സർവാപദഃ ഹന്തി എല്ലാ ആപത്തുകളെയും നശിപ്പിക്കുന്നു, അത് ഏത് ദേവിയാണോ തൽക്ഷണമേവ, സ്മരിക്കുമ്പോൾ തന്നെ യാതൊരു സംശയവും ഇല്ല എന്നുള്ളതാണ്. തൽക്ഷണമേവ ഹന്തി ആ ക്ഷണത്തിൽ തന്നെ എല്ലാ ആപത്തുകളെയും നശിപ്പിക്കുന്നു. ഭക്തി വിനമ്ര മൂർത്തിഭി, എങ്ങനെയാണ്? ഭക്തി വിനമ്ര മൂർത്തിഭി സംസ്മൃത എന്നുള്ളതാണ്. ഭക്തി കൊണ്ട് വിനമ്രമായിട്ടുള്ള ശരീരത്തോടു കൂടി, അതായത് നമ്മൾ സ്മരിക്കുമ്പോൾ, ദേവിയെ സ്മരിക്കുമ്പോൾ ഭക്തിയോടുകൂടി വേണം, നമ്രതയും വേണം, വിനയവും വേണം, ഭക്തിയും വേണം. അതില്ലാതെ കണ്ട് ഭക്തിയില്ല, വിനയവും ഇല്ല, അങ്ങനെയുള്ളതായിട്ടുള്ള സ്മരണയൊന്നും സ്മരണയല്ല, അത് ഭക്തിയാകും. അവിടെ ഒന്നും ദേവി പ്രസാദിക്കില്ല. ഭക്തി വേണം, വിനയവും വേണം. അങ്ങനെ സ്മരിക്കുമ്പോൾ ദേവി പ്രസാദിക്കാതിരിക്കില്ല. ദേവി എല്ലാ വിപത്തുകളെയും ഇല്ലാതാക്കും എന്നാണ്. ഭക്തി വിനമ്രമൂർത്തിഭി സംസ്മൃത എന്നാണ്. ഭക്തി കൊണ്ട് വിനമ്രമായിട്ടുള്ള ശരീരത്തോടുകൂടി ആരാണോ സ്മരിക്കുന്നത്, കരോതു സാ അപ്രകാരമുള്ളതായിട്ടുള്ള ആ ദേവി നഹ ഞങ്ങളുടെ ശുഭഹേതു ശുഭത്തിന് കാരണമായിട്ടുള്ള, മംഗളത്തിന് കാരണമായിട്ടുള്ളതെല്ലാം തന്നെ
ഈശ്വരി, ഈശ്വരിയാണ് എന്നുള്ളത് നേരത്തെ പറഞ്ഞുല്ലോ. ആ ഈശ്വരിയായ ദേവി എല്ലാം തന്നെ ആ ശുഭ കരോതു ചെയ്യട്ടെ. ശുഭാനി ഭദ്രാണി, ശുഭങ്ങളും ഭദ്രങ്ങളുമായിട്ടുള്ളതൊക്കെ ചെയ്യട്ടെ. അഭിഹന്തു ച ആപദ, ആപദ അഭിഹന്തു ച, ആപത്തുകളെയെല്ലാം ഇല്ലാതാക്കട്ടെ. ശുഭങ്ങൾ ചെയ്ത് ശുഭങ്ങളും മംഗളകരങ്ങളുമായിട്ടുള്ളതിനെയെല്ലാം ചെയ്ത് ആപത്തുകളെ ഇല്ലാതാക്കട്ടെ എന്ന്. ഏവം സ്തവാഭിയുക്താനാം ദേവാനാം തത്ര പാർവതി സ്നാതുമഭ്യായയോ തോയേ ജാഹ്നവ്യ നൃപനന്ദന. അപ്പോൾ അവിടെ ഹിമാലയത്തിൻ്റെ പോയിട്ടാണല്ലോ ദേവിയെ പ്രാർത്ഥിക്കണത്. ആ സമയത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള സമയത്ത്, സ്തുതിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള സമയത്ത്, ഏവം സ്തവാഭിയുക്താനാം, ഇപ്രകാരം സ്തുതിയിൽ തൽപരരായിരുന്നതായിട്ടുള്ള ആ ദേവന്മാർ സ്തുതിയിൽ തൽപരരായിരിക്കെ, തത്ര അവിടെ പാർവതി, പാർവതി ദേവി സ്നാതും അഭ്യായയോ, സ്നാനം ചെയ്യാനായിട്ട് വന്നു. ദേവി ആ സമയത്ത് ഗംഗയുടെ തീരത്താണ് ഇവര് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഗംഗയുടെ തീരത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ ദേവി പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. എന്തിനാണ് വന്നത്? സ്നാതും, കുളിക്കാനായിട്ട് വന്നു എന്നാണ്. സ്നാതും അഭ്യായയോ തോയേ, ഏത് തോയത്തിലാണ്? ജാഹ്നവ്യാ തോയേ, ജാഹ്നവിയുടെ ജലത്തിൽ. ജാഹ്നവി എന്ന് പറഞ്ഞാൽ ജഹ്നു മഹർഷിയുടെ പുത്രി എന്നുള്ളതാണ് ജാഹ്നവി എന്ന് ഗംഗയുടെ പേര് വരാൻ കാരണം. അതായത് ജഹ്നു മഹർഷി തപസ് ചെയ്തുകൊണ്ട് ആ ആശ്രമത്തിൽ ഇരിക്കുന്നതായിട്ടുള്ള ജഹ്നു മഹർഷിയുടെ ആശ്രമം മുഴുവൻ ഗംഗ മുകളിൽ നിന്ന് ശിവന്റെ ശിരസിൽ നിന്ന് താഴത്തേക്ക് ഭൂമിയിലേക്ക് വീണപ്പോൾ ആ ഒഴുക്കിന്റെ ശക്തി കൊണ്ട് ഇത് ഒലിച്ചുപോയി. അപ്പോൾ ജഹ്നു മഹർഷി ആ വെള്ളം മുഴുവനെ തൻ്റെ ചെവിയിൽ കൂടെ അകത്തേക്കാക്കല്ല പാനം ചെയ്തു എന്നാണ്. അപ്പം പാനം ചെയ്തപ്പോൾ പിന്നെ ആദ്യം മഹർഷിയെ സ്തുതിച്ചു. അപ്പം മഹർഷിയെ സ്തുതിച്ചു കഴിഞ്ഞ് ഭഗീരഥൻ ആണല്ലോ വെള്ളം ഗംഗയെ കൊണ്ടുവന്നത്, തപസ് ചെയ്ത് ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. അപ്പം അങ്ങനെ ആ ഭഗീരഥൻ വീണ്ടും മഹർഷിയെ പ്രീണിപ്പിച്ചപ്പോൾ ആ ചെവിയിൽ കൂടെ ഈ ജലം മുഴുവനെ പുറത്തേക്ക് വന്നു എന്നാണ്. മഹർഷിയുടെ ചെവിയിൽ കൂടെ ആദ്യം പുറത്തേക്ക് വിട്ടു എന്നാണ്. അപ്പൊ ജഹ്നുവിന്റെ പുത്രി ആയതുകൊണ്ട് ജാഹ്നവി എന്ന പേര് വന്നു ഗംഗാനദിക്ക് എന്നാണ്. അപ്പൊ അങ്ങനെ ആ ജാഹ്നവിയുടെ തോയത്തിൽ, ജലത്തിൽ സ്നാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പാർവതി അവിടെ എത്തിച്ചേർന്നു. തത്ര പാർവതി അഭ്യായയോ, പാർവതി അവിടെ വന്നു സ്നാനം ചെയ്യാനായിട്ട്. സ്നാതും ജാഹ്നവ്യാ തോയേ, ജാഹ്നവിയുടെ തോയത്തിൽ സ്നാനം ചെയ്യാനായിട്ട് വന്നു എന്നാണ്. നൃപനന്ദന എന്ന് സുരഥ രാജാവിനെ വിളിക്കുകയാണ്, സംബോധനയാണ്. ആ മഹർഷി സുരഥ രാജാവിന് കഥ പറഞ്ഞു കൊടുക്കുകയാണല്ലോ. മഹർഷി പറയണത് നൃപനന്ദന എന്നുള്ളതായിട്ടുള്ള സംബോധന. സാബ്രവീസ്താൻ സുരൻ സുഭ്രൂർഭവദ്ഭിസ്തൂയത്ര ശരീരകോശശ്ചാസ്യ സമുദ്ഭൂയ അബ്രവീത് ശിവ. സാ അബ്രവീത്, ആ ദേവി പറഞ്ഞു, പാർവതി ദേവി പറഞ്ഞു, താൻ സുരാൻ, ആ സുരന്മാരോടായിട്ട് പാർവതി പറഞ്ഞു. എന്താണ്? സുഭ്രൂഹു സ എന്നുള്ളതാണ്. അതായത് ശോഭനമായിട്ടുള്ള ഭ്രൂക്കളോടുകൂടി നല്ല ഭംഗിയുള്ളതായിട്ട് പുതിയ സുന്ദരികൾ എന്നുള്ള അർത്ഥത്തിലാണ് സുഭ്രു എന്ന് പറയാറ്. അങ്ങനെ ആ സുഭ്രുവായിട്ടുള്ള പൊടിയുടെ ഭംഗിയാണ് അവിടെ പ്രത്യേകിച്ച് എടുത്ത് പറയണതെന്നേ ഉള്ളൂ. സുഭ്രൂഹു സാ, സുഭ്രുവായിട്ടുള്ള സുന്ദരിയായിട്ടുള്ള ആ പാർവതി താൻ സുരാൻ, ആ സുരന്മാരോട് അബ്രവീത് പറഞ്ഞു. സ്തുതിച്ചുകൊണ്ടിരുന്നതായിട്ടുള്ള സുരന്മാരോട് ദേവി പറഞ്ഞു. എന്താണ്? ഭവദ്ഭി അത്ര കാസ്തൂയതേ, ആരെയാണ് നിങ്ങളിങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നത്? ഭവദ്ഭി, നിങ്ങളാൽ, ഭവാന്മാരാൽ, നിങ്ങളാൽ, അത്ര ഇവിടെ, കാസ്തൂയതേ, ആരെയാണ് നിങ്ങൾ സ്തുതിക്കണത് എന്ന് ചോദിച്ചു എന്നല്ലാണ്ട് ഉത്തരം വേണമെന്നൊന്നും വിചാരിച്ചില്ല. നല്ലോണം നിശ്ചണ്ട് ദേവിക്ക് തന്നെയാണ് സ്തുതിക്കണത് എന്നുള്ളത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ആ ചോദ്യം ഉണ്ടായി എന്ന് മാത്രം. അത് കഴിഞ്ഞിട്ട് എന്തുണ്ടായി? ശരീരകോശതശ്ചാസ്യാഹ സമുദ്ഭൂയ അബ്രവീത് ശിവ. ശിവയായിട്ടുള്ള ആ ദേവി, മംഗളപ്രദായിനിയായിട്ടുള്ള ആ ദേവി, ശരീരകോശതഃ, അസ്യാ ശരീരകോശതഃ, ഈ പാർവതിയുടെ ശരീരകോശങ്ങളിൽ നിന്ന്, ശരീരത്തിലുള്ളതായിട്ടുള്ള കോശങ്ങളിൽ നിന്ന്, സമുദ്ഭൂയ അബ്രവീത്,
സമുദ്ഭൂയ പ്രത്യക്ഷപ്പെട്ടിട്ട് അതൊന്ന് പുറത്തേക്ക് വന്നു. ദേവിയുടെ പാർവതിയുടെ ശരീരത്തിലുള്ളതായിട്ടുള്ള കോശങ്ങളിൽ നിന്ന് തന്നെ ഈ ദേവി ആദ്യം പുറത്തേക്ക് വന്നു എന്നുള്ളതാണ്. പല പ്രാവശ്യവും ജനനം ഉണ്ടായിട്ടുണ്ടെന്ന് വെച്ചാൽ ജനനല്ല, അതൊന്നും ആവിർഭാവം മാത്രമാണ്. പാർവതി എന്ന് പറഞ്ഞാൽ അതും ഈ ദേവി തന്നെയാണ്. ലക്ഷ്മി എന്ന് പറഞ്ഞാൽ അതും ഈ ദേവി തന്നെയാണ്. അപ്പോൾ ഓരോരോ സമയത്ത് ഓരോരോ ആവശ്യത്തിന് വേണ്ടി ആവിർഭവിക്കണു എന്നേ ഉള്ളൂ എന്ന് ആദ്യം തന്നെ പറഞ്ഞു. അപ്പൊ അതാണ് ഇവിടെ ദേവിയുടെ പാർവതിയുടെ ശരീരകോശങ്ങളിൽ നിന്ന് ആ ദേവി പുറത്തേക്ക് വന്നു എന്നുള്ളതാണ്. സമുദ്ഭൂയ അബ്രവീത്, പുറത്തേക്ക് വന്നിട്ട്, സമുദ്ഭൂയ പുറത്തേക്ക് വന്നിട്ട് എന്നുള്ള അർത്ഥം വന്നു. അബ്രവീത് പറഞ്ഞു, ഈ ശരീരത്തിൽ നിന്ന്, പാർവതിയുടെ ശരീരകോശങ്ങളിൽ നിന്ന് പുറത്തേക്ക് പ്രത്യക്ഷപ്പെട്ടതായിട്ടുള്ള ദേവി പറഞ്ഞു, ഇപ്രകാരം പറഞ്ഞു ദേവന്മാരോട് എന്നാണ്. സ്തോത്രം മൈതൽ ക്രിയതേ സുംഭദൈത്യനിരാകൃതൈഹി ദേവൈ സമസ്തൈ സമരേ നിസുംഭേന പരാജിതൈഹി. എനിക്ക് മനസ്സിലായി എന്നുള്ളതാണ്. സ്തോത്രം മമ, എൻ്റെ ഈ സ്തുതി, ഏതത് ക്രിയതേ നിങ്ങൾ ചെയ്യുന്നു. ഈ ഏതത് എന്നുള്ളത് ഈ സ്തുതിയെ നിങ്ങൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സുംഭദൈത്യ നിരാകൃതൈഹി ദേവൈഹി എന്നാണ്. സുംഭൻ എന്നുള്ളതായിട്ടുള്ള ആ ദൈത്യന്റെ ശക്തി കൊണ്ട് നിരാകൃതരായിട്ടുള്ള, പുറത്തേക്ക് പുറന്തള്ളപ്പെട്ടതായിട്ടുള്ള ദേവന്മാരാലാണ് ഞാൻ ഇപ്രകാരം സ്തുതിക്കുന്നത് എന്ന് പറയണം. സമസ്തൈഹി, എല്ലാ ദേവന്മാരും കൂടി സ്തുതിക്കുകയാണ്. സമരേ നിസുംഭേന പരാജിതൈഹി, സമരത്തിൽ നിസുംഭൻ പരാജിതനോട് യുദ്ധം ചെയ്ത് തോറ്റതായിട്ടുള്ള ദേവന്മാര് ആണ് നിങ്ങളെ എന്നെ ഇപ്രകാരം സ്തുതിക്കുന്നത് എന്നുള്ളത് മനസ്സിലായി എന്നാണ്. ദേവൈഹി സമസ്തൈഹി, എല്ലാ ദേവന്മാരും സമരേ നിസുംഭേന പരാജിതൈഹി, സമരത്തിൽ നിസുംഭനാൽ പരാജിതരായിട്ടുള്ള എല്ലാ ദേവന്മാരും കൂടിയിട്ട് ഈ സുംഭന്റെ വധത്തിനായിട്ട്, സുംഭൻ ഇങ്ങനെ നിങ്ങളെയൊക്കെ പുറത്താക്കിയത് കൊണ്ട് ആണ് നിങ്ങളൊക്കെ എന്നെ ഇപ്രകാരം സ്തുതിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായി എന്നാണ് ദേവി പറഞ്ഞത്. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്യംബകേ ഗൗരി നാരായണി നമോസ്തുതേ.